നോക്കാൻ പോകുന്നത് ഗെയ്ന എംലോപ്പയുടെ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ കൽപ്പന ചൗളയുടെ ഒരു ക്വാട്ട് അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ദ പാത്ത് ഫ്രം ഡ്രീംസ് ടു സക്സസ് ഡസ് എക്സിസ്റ്റ്. യു ഓൺലി നീഡ് ദ വിഷൻ ടു ഫൈൻഡ് ഇറ്റ്, ദ കറേജ് ടു ഗെറ്റ് ഓൺ ടു ഇറ്റ് ആൻഡ് ദ പെർസിവറൻസ് ടു ഫോളോ ഇറ്റ്. പറയുന്നുണ്ട് നമ്മുടെ സ്വപ്നങ്ങളും വിജയവും തമ്മിലുള്ള ആ പാത്ത്, ആ ഒരു വഴി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? നമുക്കത് കണ്ടെത്താനുള്ള ആ ഒരു കാഴ്ച വേണം, അതിന് ആ ഒരു വിഷൻ വേണം, അല്ലെങ്കിൽ അതിനൊരു നേടാനുള്ളൊരു കറേജ്, ഒരു ധൈര്യം വേണം. അതിനുവേണ്ടി ശ്രമിക്കാനുള്ള, അതിനെ ഫോളോ ചെയ്യാനുള്ള ഒരു പേഴ്സിവറൻസ് അല്ലെങ്കിൽ സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡ്രീമും സക്സസ്സിനും ഇടയിലുള്ള ആ പാത്ത് നമുക്ക് കണ്ടെത്താം, അതിലൂടെ യാത്ര ചെയ്യാമെന്നാണ് കൽപ്പന ചൗളയുടെ ഒരു കോട്ട് അവിടെ തന്നിരിക്കുന്നത്. Drawing inspiration from Gandhi's selfless dedication, let us now move on to the troubled journey of a young girl who strives hard to build a career burdened by weights of social inequality and the pain of enforced isolation. അതായത് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യങ് ഗേളിൻ്റെ, ഒരു പെൺകുട്ടിയുടെ ശ്രമമാണ് നമ്മൾ ഈ കഥയിൽ കാണാൻ പോകുന്നത്. ആ ഒരു സോഷ്യൽ ഇനീക്വാളിറ്റി, സാമൂഹികമായ അസമത്വവും ആ ഒരു ഐസൊലേഷൻ, ഒറ്റപ്പെടുത്തലും ഒക്കെ അതിജീവിച്ച് ആ ഒരു വിജയം നേടുന്ന ആ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. Sometimes I wanted to give up and be a good girl who listened to her elders. Maybe I should have done something like teaching or nursing as my mother wished. People thought these professions are respectable, but I know I wanted to do something different. Though I was not sure what, I thought a lot about acting. My mother said that it had been a waste of money educating me because I did not know what to do with the knowledge I had acquired. I had come to Johannesburg for the December holidays after writing my metric exams and then stayed on hoping to find something to do. അപ്പോൾ എന്താണ്? കഥാകാരി പറയുകയാണ്, എനിക്ക് ചില സമയത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു നല്ല പെൺകുട്ടിയായിട്ട് ഒരു എൽഡേഴ്സൊക്കെ പറയുന്ന, മുതിർന്നവർ പറയുന്നത് കേട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എൻ്റെ അടുത്ത് എപ്പോഴും മുതിർന്നവർ പറയുന്നത് എന്താണ്? ടീച്ചിങ്ങോ നഴ്സിങ്ങോ പോലുള്ള ജോലികൾ ചെയ്യാനാണ്. അത് പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട് ആ പ്രൊഫഷൻസൊക്കെ എന്താണ്, റെസ്പെക്റ്റബിളാണ്, ഒരു ബഹുമാനം കിട്ടുന്ന തൊഴിലുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനോടൊന്നും ശ്രമിക്കാറില്ല. അപ്പോൾ എനിക്കത് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷേ എന്ത് ചെയ്യണം എന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയയും ഒരു വിഷനവും എനിക്കില്ല. അപ്പോൾ ഞാൻ പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ പല കാര്യങ്ങൾ അന്വേഷിച്ചു, എന്ത് ചെയ്യണമെന്നൊക്കെ അന്വേഷിച്ച് നടന്നു. ഞാൻ ആദ്യം കുറേ നാൾ ഒരു ആക്ടിങ് അല്ലെങ്കിൽ ഒരു അഭിനയം എന്നുള്ള ഒരു മോഹം മനസ്സിലേക്ക് വന്നു. എൻ്റെ അമ്മ പറയുന്നത് എന്താണ്? എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു വേസ്റ്റ് ആയിരുന്നു, ഈ എഡ്യൂക്കേഷൻ എനിക്ക് തരേണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ആ ഒരു റൈറ്റർ അല്ലെങ്കിൽ ആ ഒരു കഥയിലെ ആ ഒരു പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്. കാരണം എന്താണ്? ഈ ഒരു നോളജ് വെച്ച്, അവർ ആ എഡ്യൂക്കേഷനിലൂടെ നേടിയ നോളജ് വെച്ച് എന്ത് ചെയ്യണമെന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ നമ്മുടെ ആ ഒരു പെൺകുട്ടിക്കില്ല. അതുകൊണ്ടാണ് അവരുടെ അമ്മ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തത് ആ ഒരു വേസ്റ്റ് ഓഫ് മണിയാണ് എന്ന് പറയാൻ കാരണം. I had come to Johannesburg for the December holidays after writing my metric exams. ഇപ്പോൾ അവരെന്താണ് ആ ഒരു ഡിസംബർ ഹോളിഡേയ്സിൻ്റെ സമയത്ത്, ആ ഒരു ഡിസംബർ വെക്കേഷൻ്റെ സമയത്ത് അവർ ജോഹനാൻസ്ബർഗിലേക്ക്, സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു സിറ്റിയാണ്, സൗത്ത് ആഫ്രിക്കയിലെ ഒരു സിറ്റിയാണ് ജോഹനാൻസ്ബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോഹനാൻസ്ബർഗിലേക്ക് വരികയാണ്, അവർ തിരിച്ച് ജോഹനാൻസ്ബർഗിലേക്ക് വരികയാണ്. എന്താണ്? അവരുടെ ആ ഒരു മെട്രിക് എക്സാംസൊക്കെ കഴിഞ്ഞ് ആ ഒരു ഡിസംബർ ഹോളിഡേയ്സിൽ ആ ഒരു ജോഹനാൻസ്ബർഗിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് കുറേ ദിവസം താമസിച്ചിട്ട് എന്ത് ചെയ്യണം ഇനി ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. My elder sister worked in Orange Grove as domestic worker, and I stayed with her in her back room. I didn't know anybody in Johannesburg except my sister's friends, whom we went to church with. I was very bored and lonely. അപ്പോൾ എന്താണ്? മൈ എൽഡർ സിസ്റ്റർ വർക്ക്ഡ് ഇൻ ഓറഞ്ച് ഗ്രോവ് എന്ന് പറയുന്ന ആ ജോഹനാൻസ്ബർഗിലെ ഒരു പ്രാന്തപ്രദേശമാണ്, ഒരു ഒഴിഞ്ഞു മാറിയിട്ടുള്ള, ജോഹനാൻസ്ബർഗിൻ്റെ അടുത്ത് കുറച്ച് ഒഴിഞ്ഞു മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് ആ ഒരു ഓറഞ്ച് ഗ്രോവ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ എൻ്റെ എൽഡർ സിസ്റ്റർ എന്ത് ചെയ്യാണ്? ആ ഒരു ജോഹനാൻസ്ബർഗിലെ ആ ഒരു ഡൊമസ്റ്റിക് വർക്കറായിട്ട്, ഒരു ഡൊമസ്റ്റിക് ജോലി ചെയ്യുന്ന ഒരാളായിട്ട് ആ ഒരു ഓറഞ്ച് ഗ്രോവിലൊരു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ താമസിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇൻ ഹർ ബാക്ക് റൂം, അവരോടൊപ്പം താമസിക്കാനായിട്ട് ഞാനും ആ ഒരു ഓറഞ്ച് ഗ്രോവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ജോഹനാൻസ്ബർഗിൻ്റെ ആ ഒരു ഷബർബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ എനിക്ക് ജോഹാൻസ്ബർഗിൽ എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു എൽഡർ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സിനെ അല്ലാതെ എനിക്ക് വേറെ ആരെയും പരിചയമില്ല. അവരോടൊപ്പമാണ് ഞാൻ എവിടെ പോകുന്നത്, ചർച്ചിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പള്ളിയിലൊക്കെ പോയിരുന്ന സമയത്ത് എന്താണ്, ഐ വാസ് വെരി ബോർഡ് ആൻഡ് ലോൺലി. അപ്പോൾ ആ ഒരു വേറെ ഫ്രണ്ട്സോ കാര്യങ്ങളോ പരിചയക്കാരോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചർച്ചിൽ മാത്രമായിരുന്നു ഈ നമ്മുടെ ഒരു പെൺകുട്ടി പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ബോർഡും ലോൺലിയൊക്കെ ആയിരുന്നു. On weekdays, I was locked in my sister's rooms so that the madam couldn't see me. She was at home most of the time, painting her nails, having tea with her friends, or lying with the sun by the pool. The swimming pool was very close to the room, which is why I had to keep very quiet. My sister felt bad about locking me in there, but she had no alternative. I couldn't even play the radio, so she bought me books, old magazines, and newspapers from the white people. I just read every single thing I came across. Fair Lady, Women's Weekly, anything. But then my sister thought I was reading too much. എന്താണ് ഈ വീക്ക് ഡേയ്സിൽ, അതായത് ആ ഒരു ദിവസങ്ങളിൽ, ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ ഈ സിസ്റ്റർ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു പെൺകുട്ടിയെ ആ റൂമിനകത്ത് വെച്ച് അടയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാഡം അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഉടമ അല്ലെങ്കിൽ ഓണർ അതൊക്കെ അറിയും എന്ന് പേടിച്ചായിരിക്കും ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഓണർ എന്താണ്, മിക്ക സമയത്തും ആ വീട്ടിൽ തന്നെ കാണും, നെയിൽസ് പെയിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ചായ കുടിച്ച് അവിടെയൊക്കെ കാണും. അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഈ റൂമിനോട് വളരെ ചേർന്നാണ്. അപ്പോൾ അവിടെയൊക്കെ ആൾ വരുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ ഒരു റൂമിനകത്ത് ആ ഒരു എൽഡർ സിസ്റ്ററിൻ്റെ റൂമിനകത്ത് ആൾ ഉണ്ട് എന്നറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, അവിടേക്ക് ആൾ വരുമ്പോൾ എന്താണ്, വളരെ ക്വയറ്റായിട്ട് ഒരു സംസാരം പോലും സംസാരിക്കാതെ വളരെ ക്വയറ്റായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒച്ച പോലും ഉണ്ടാക്കാതെ വളരെ ക്വയറ്റായിട്ടാണ് അവിടെ ആ ഒരു ലോക്ക്ഡ് റൂമിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് റേഡിയോ വയ്ക്കാൻ പറ്റില്ല. കാരണം റേഡിയോ വെച്ചാൽ എന്താണ്, ഇതിനകത്ത് ആളുണ്ടെന്നൊക്കെ ആ ഒരു മാഡം അറിയും. അതുകൊണ്ട് തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് വേറൊരു വഴിയും ഇല്ല. ആ സിസ്റ്ററിന്, നമ്മുടെ ആ ഒരു എൽഡർ സിസ്റ്ററിന് ഈ ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ അവരെ ലോക്ക് ചെയ്യുന്നതിനോട് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവർക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇല്ല, മറ്റൊരു വഴിയില്ല, അവർക്ക് ലോക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റേഡിയോ വെക്കുന്നുണ്ട്. പക്ഷേ റേഡിയോ വെക്കാൻ പറ്റില്ല. കാരണം റേഡിയോ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ റൂമിനകത്ത് ഉണ്ടെന്നുള്ള ശബ്ദം പുറത്തുള്ളവരറിയും. അതുകൊണ്ട് ആ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്ന ബുക്കും മാഗസീൻസും അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സും ഒക്കെ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവരുടെ സിസ്റ്റർ ബുക്സും ഓൾഡ് മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ഈ വൈറ്റ് പീപ്പിളിൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു സിസ്റ്ററിന് കൊടുക്കും. അപ്പോൾ ഇവരെന്താണ്, അവരുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ ബുക്കുകളും, ഈ പെൺകുട്ടി അവരുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ ബുക്കുകളും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫെയർ ലേഡി ആയാലും വുമൻസ് വീക്കിലി ആയാലും എന്ത് സാധനം കിട്ടിയാലും എന്ത് മെറ്റീരിയൽ കിട്ടിയാലും അത് വായിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററിന് തോന്നി ഈ പെൺകുട്ടി കൂടുതൽ വായിക്കുകയാണ് എന്ന് അടുത്ത് അങ്ങനെ തോന്നി. Soon I got a temporary job in a clothing factory in town which made clothes for ladies' boutiques. I looked forward to meeting new people, and I liked the idea of being out of that room for a change. The factory knocked off at 4:30, and then I went to park near where my sister worked. I waited there till 6:30 when I could sneak into the house again without a white people seeing me. I had to leave the house before 5:30 in the morning as well. That meant I had to find something to do with the time I had before I could catch the 7:30 bus to walk about 2 hours. I would go to public toilet in the park. For some reason, it was never locked, so I would go in and sit on the toilet seat and to read some magazines or other until the right time to catch the bus. പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടിക്ക് ഒരു ടെമ്പററി ജോബ് കിട്ടുകയാണ്. അതായത് ഒരു ക്ലോത്ത് ഷോപ്പിൽ, ഒരു ലേഡീസ് ബൗട്ടീക്കിലെ ഒരു ജോലിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ ആ റൂമിൽ നിന്ന് പുറത്ത് വന്ന് പുതിയ ആൾക്കാരെ കാണാൻ പരിചയപ്പെടാം എന്നുള്ള കാര്യം കണ്ടതുകൊണ്ട് തന്നെ കുറച്ച് ഹാപ്പിയായി നമ്മുടെ പെൺകുട്ടി. അപ്പോൾ ഈ ഫാക്ടറി ഏകദേശം 4:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. 4:30 ആകുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, ആ ഒരു സിസ്റ്റർ വർക്ക് ചെയ്യുന്നതിനോട് ചേർന്നൊരു പാർക്കുണ്ട്, അവിടെ വന്നിരിക്കും. ഏകദേശം 6:30 ആവുന്നത് വരെ അവിടെ വന്നിരിക്കും. കാരണം ആ 6:30 കഴിയുമ്പോഴായിരിക്കും ഈ വൈറ്റ് പീപ്പിൾ ആരും കാണാതെ ഇവർക്ക് തിരിച്ച് ആ സിസ്റ്ററിൻ്റെ റൂമിലേക്ക്, ആ ഒരു വീടിനകത്ത് ആ ഒരു സിസ്റ്ററിനെ അലോട്ട് ചെയ്തിട്ടുള്ള റൂമിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു 5:30 സമയത്താകുമ്പോൾ തിരിച്ച് പോവുകയും വേണം. അപ്പോൾ ഈ 5:30 സമയത്ത് ഇറങ്ങിയതിന് ശേഷം ഇവർക്ക് ആ ഒരു ഫാക്ടറിയിലേക്ക് എത്തേണ്ടത് 7:30 മണിക്കാണ്. ഇതിനിടയ്ക്കുള്ള 2 മണിക്കൂർ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ട് അതിനകത്തിരുന്ന് എന്ത് ചെയ്യും, ഈ ഒരു ന്യൂസ് പേപ്പേഴ്സും ബാക്കിയൊക്കെ വായിച്ച് 2 മണിക്കൂർ ഇങ്ങനെ ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്.
The first time I went into this toilet, I was on my way to the bus stop. Usually I went straight to the bus stop outside the OK Bazaars, where it was well lit. I would see. I would wait there, reading or just looking at the growing numbers of cars and buses on their way to town. On that day, it was raining quite hard, so I thought I would shelter in the toilet until the rain passed. I knocked first to see if there was anyone inside. As there was no reply, I pushed the door open and went in. I did not look like it had been painted for a few years. The closed lid of the toilet was going to be my seat for many mornings after that. അപ്പോൾ എന്താണ് ഇവർ ഫസ്റ്റ് ടൈം ഈ ഒരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് അതിനകത്ത് കയറിയിരുന്ന് വായിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യായിരുന്നു. OK ബസാർസിലെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ സമയത്ത് അവർ അവിടെ കുറേ ദിവസം ഇങ്ങനെ റീഡ് ചെയ്ത് അവിടെ OK ബസാർസിൻ്റെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം നല്ല രീതിയിൽ ഹാർഡായിട്ട് റെയിൻ ചെയ്യാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ടോയ്ലറ്റിനകത്ത് കയറിയത്. ടോയ്ലറ്റിനകത്ത് കയറിയപ്പോൾ പിന്നീട് അത് കുറേ ദിവസത്തേക്ക് എന്തായി, ഇവരുടെ ഒരു ന്യൂസ് പേപ്പർ വായിക്കാനുള്ള ഒരു സീറ്റായിട്ട് മാറി. I was very lucky to have found that toilet because the winter was very cold. Not that it was any warmer in there, but once I had closed the door, it used to be a little less windy. Also, the toilet was very small. The walls were wonderfully close to me. I felt like it was made to fit me alone. I enjoyed that kind of privacy. I did a lot of thinking while I sat on the toilet seat. I did a lot of daydreaming too. Many times I imagined myself in some big hall doing a really popular play with the other young actors. I would sit there dreaming. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ വിൻ്റർ, ആ സമയത്ത് വിൻ്റർ വളരെ കോൾഡായിരുന്നു. അപ്പോൾ ഈ വിൻ്ററിൽ നിന്ന് രക്ഷ നേടാൻ ഇവരെ ഈ പബ്ലിക് ടോയ്ലറ്റ് സഹായിച്ചു. കാരണം അതിനകത്ത് കയറിയാൽ ഈ തണുപ്പ് അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതല്ല, പക്ഷേ എന്താണ്, കുറച്ച് വിൻഡി, കുറച്ച് കാറ്റ് കുറവായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ ഒരു വളരെ ചെറിയ ടോയ്ലറ്റിൽ അവരെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ടോയ്ലറ്റിൽ അവരെന്താണ് ആ വിൻ്റർ സമയത്ത് അഭയം പ്രാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പെൺകുട്ടി ഈ കൈൻഡ് ഓഫ് പ്രൈവസി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പുറത്ത് നിന്നിട്ട് അവർക്ക് ആ ഒരു കുറേ സമയം ഇങ്ങനെ ഡേ ഡ്രീം ചെയ്യാനും അവരുടെ ഫ്യൂച്ചർ സ്വപ്നം കാണാനും ഒക്കെ ഉള്ളൊരു സമയം കിട്ടി. അവരിങ്ങനെ ആലോചിക്കുകയാണ്, ഒരു വലിയ ഹാളിൻ്റെ മുന്നിൽ ഞാനൊരു പ്ലേ അല്ലെങ്കിൽ ഒരു ഡ്രാമ കളിക്കുകയാണ്, ബാക്കിയുള്ള ആക്ടേഴ്സിനോടൊപ്പം ഒക്കെ നിന്ന് ഒരു വളരെ പോപ്പുലറായ ഒരു ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഇവർ എന്ത് ചെയ്യുകയാണ്, അവരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ ഡേ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. I started asking myself why I had not written anything since I left school. At least at school I had written some poems or stories in the school magazine or other magazines, and also for school competition. Our English teacher was always so encouraging. I remember the day I showed him my first poem. I was so excited I couldn't concentrate in class for the whole day. അപ്പോൾ ഈ പെൺകുട്ടി പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ്, കുറേ നാളായിട്ട് സ്കൂൾ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുതിയിട്ടില്ല. സ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ മാഗസീൻസിന് വേണ്ടിയിട്ട് മറ്റ് മാഗസീൻസിനൊക്കെ വേണ്ടിയിട്ട് പോയംസും സ്റ്റോറീസും ഒക്കെ എഴുതുമായിരുന്നു, സ്കൂൾ കോമ്പറ്റീഷനിലൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് ടീച്ചർ ഈ ഒരു റൈറ്റിങ്ങിനെ ഇവരുടെ ഈ ഒരു പെൺകുട്ടിയുടെ റൈറ്റിങ്ങിനെ ഒരുപാട് എൻകറേജ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവർ ഓർമ്മിക്കുകയാണ് ആ ഒരു ഫസ്റ്റ് പോയം എഴുതിയ ആ ഒരു ഇംഗ്ലീഷ് ടീച്ചറിനെ കാണിച്ചതും അദ്ദേഹം തന്ന ഒരു കോൺഫിഡൻസ് വഴി ആ ഒരു ഫുൾ ഡേയും ആ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ്. I didn't know anything about publishing then, and I had asked myself if my stories were good enough. I just enjoyed writing things down when I had the time. So one Friday, after I had started being the toilet's best customer, I bought myself a notebook in which I was hoping to write something. I didn't use it for quite a while until one evening. അപ്പോൾ ഒരു ദിവസം എന്താണ്, ഒരു പബ്ലിഷ് ചെയ്യണമെന്നുള്ള ഐഡിയ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്തായി, അവരുടെ ഒരു സ്റ്റോറീസൊക്കെ എഴുതാനായിട്ട് വേണ്ടിയിട്ട് ഒരു ദിവസം അവർ ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ എന്ത് ചെയ്യുകയാണ്, അവർ ആ ഒരു നോട്ട്ബുക്കും കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ അവർ ഒന്നും എഴുതാൻ, ഒരു ഈവനിങ് മുഴുവൻ അവർക്കൊന്നും എഴുതാനില്ലാതെ അവരവിടെ ഇരിക്കുകയാണ്. My sister had taken her usual Thursday afternoon off, and she had been delayed somewhere. I came back from work, then waited in the park for the right time to go back into the yard. The white people always had their supper at 6:30, and that was the time I used to steal my way in without disturbing them or being seen. My comings and goings had to be secret because they still didn't know I stayed there. അപ്പോൾ എന്താണ്, അപ്പോൾ എൻ്റെ സിസ്റ്റർ, അതായത് ആ ഒരു പെൺകുട്ടിയുടെ സിസ്റ്റർ ആ ഒരു യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ലീവൊക്കെ എടുത്തതിന് ശേഷം എവിടെയോ ഡിലേ ആയിപ്പോയി, ഒരു ലേറ്റ് ആയിപ്പോയി. അതിനുശേഷം അവർ വെയിറ്റ് ചെയ്യുകയാണ്, ആ ഒരു റൈറ്റ് ടൈം നോക്കി തിരിച്ച് 6:30 ആകുമ്പോൾ ആ ഒരു വീടിൻ്റെ യാർഡിലേക്ക് കയറി ആ ഒരു റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ അവിടുത്തെ വൈറ്റ് പീപ്പിൾസ് ഓൾവേസ് ഒരു 6:30 മണിക്ക് അവരുടെ സപ്പർ ആ ഒരു ആഹാരം കഴിച്ച് പോകും. അപ്പോൾ ആ സമയം ഉപയോഗിച്ച് അവർ അകത്തേക്ക് കടക്കുക, അതാണ് ആ ഒരു പെൺകുട്ടിയുടെ ലക്ഷ്യം. അവരുടെ ആ ഒരു പെൺകുട്ടിക്ക് ഉത്തമ ബോധ്യമുണ്ട്, കാരണം ഇത് അവരറിയാതെ അവർക്ക് ശല്യമുണ്ടാക്കാതെ വേണം ഇതിനകത്തേക്ക് പോകാനെന്നുള്ള ലക്ഷ്യം അവർക്കുണ്ട്. I realized that she didn't had come back and decided to sit down in front of her room, where I thought I wouldn't be noticed. I was reading the copy of Drum magazines, hoping that she would come back soon before the dogs sneaked me out. I was trying hard to concentrate on my reading when I heard two dogs playing, chasing each other nearer and nearer to where I was sitting. And then they were there. They were in front of me, looking as surprised as I was. For a brief moment, we stared at each other. Then they started to bark at me. I was sure they would tear me into pieces if I moved just one finger, so I sat very still, trying not to look at them, while my heart pounded and my mouth went dry as paper. Then the madam's high-pitched voice rang out above the dogs barking. അപ്പോൾ എന്താണ്, ഒരു ദിവസം അവരിങ്ങനെ ആ ദിവസം തന്നെ തിരിച്ചെത്തിയതിന് ശേഷം ലേറ്റ് ആയതിനു ശേഷം ഇവരുടെ സിസ്റ്റർ ലേറ്റ് ആയല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ആ ഒരു ഡ്രം മാഗസിൻ എന്ന് പറയുന്ന മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് രണ്ട് ഡോഗ് അതിലേക്കൂടെ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്ന് ചേസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അടുത്തടുത്ത് വന്നു എന്നിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്തെത്തി രണ്ട് ഡോഗ്സും ഈ പെൺകുട്ടിയും തമ്മിൽ സ്റ്റെയർ ചെയ്യുകയാണ്, അവർ നോക്കിയാണ്. അപ്പോൾ ഇത് ഒരു മിനിറ്റ് ആ ഒരു സർപ്രൈസിന് നോക്കിയതിന് ശേഷം ഈ ഡോഗ്സ് എന്ത് ചെയ്യുകയാണ്, ഇവരെ നോക്കി ഇങ്ങനെ ബാർക്ക് ചെയ്യുകയാണ്. ഈ പെൺകുട്ടി ഇത് ചലിക്കാതെ ഇണങ്ങിയിരിക്കുകയാണ്, കാരണം ഒരു ഫിംഗർ അനക്കിയാൽ വരെ ഇതെന്ത് ചെയ്യും, വന്ന് ബൈറ്റ് ചെയ്യും, കടിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചലിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഒന്നും ചെയ്യാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു മാഡംസ് വോയിസ് ഇതിന് മുകളിൽ കൂടി ഈ ഡോഗിൻ്റെ ബാർക്കിന് മുകളിൽ കൂടി വരുന്നത്. അതായത് ആ ഒരു ഡോഗിനെ വിളിക്കുകയാണ്. Irene, that's my sister's English name, which we never use. I couldn't move or answer the call. The dogs were standing right in front of me, their teeth so threateningly long. Then, when there was no reply, she came to see what was going on. എന്താണ്, അപ്പോൾ ആ ഒരു സിസ്റ്ററിൻ്റെ പേര് ഐറീൻ എന്നുള്ള ആ ഒരു ഇംഗ്ലീഷ് നെയിം ആ ഒരു മാഡം വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ടും റെസ്പോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മാഡം അവരെ തിരക്കി വരികയാണ്. ഓ ഇസ് ഇറ്റ് യു, ഹലോ. ദെൻ ദ ഡോഗ് സ്റ്റോപ്ഡ് ബാർക്കിംഗ് ബട്ട് ദേ ഹാഡിൻ മൂവ്ഡ്, ദേ വർ സ്റ്റിൽ ഗ്രൗളിങ് അറ്റ് മീ. അപ്പോൾ ആ ഒരു ഡോഗിൻ്റെ അടുത്ത് ആ ഒരു മാഡം വന്നതിന് ശേഷം എന്താണ്, ഡോഗ്സ് ആ ബാർക്കിംഗ് ഒക്കെ നിർത്തി. പക്ഷേ ഇപ്പോഴും അവരെ നോക്കി ഇങ്ങനെ ആ ഒരു പെൺകുട്ടിയെ നോക്കി ഇങ്ങനെ ഗ്രൗൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നോക്കി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ഐ പ്ലീഡഡ്, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. അപ്പോൾ എന്താണ് പറയുന്നത്, ആ ഒരു പെൺകുട്ടി ആ ഒരു മാഡത്തിൻ്റെ അടുത്ത് പറയുകയാണ്, പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ആ ഡോഗ് എന്നെ കടിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ പറയുകയാണ്, നോ ദേ വോണ്ട് ബൈറ്റ് യു, വെൻ ഡിഡ് യു കം ഇൻ, വി ഡിഡ്ന്റ് സീ യു. അപ്പോൾ പറയുകയാണ്, അത് കടിക്കത്തില്ല, എപ്പോഴാണ് വന്നത്, ഞങ്ങൾ എന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. I have been here for some time now. My sister isn't here. I am waiting to talk to her. പറയാണ്, പെൺകുട്ടി പറയുകയാണ്, ഞാനിവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് സമയമായുള്ളൂ, ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, വന്നില്ല, എനിക്ക് അവരോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. ഓ ഷീസ് നോട്ട് ഹിയർ, ഐ ക്യാൻ ഗിവ് ഹെർ എ മെസ്സേജ്, യു ഗോ ഓൺ ഹോം, ഐ വിൽ ടെൽ ഹെർ ദാറ്റ് യു വാണ്ട് ടു സീ ഹെർ. ആ ഒരു സിസ്റ്റർ ഇപ്പോൾ വന്നിട്ടില്ല, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ അവർക്കൊരു മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കാം, നീ പോകൂ, ഞാൻ അവരുടെ അടുത്ത് പറയാം, നീ എന്നെ കാണണമെന്ന് പറഞ്ഞുവെന്ന് ഞാൻ പറയാം. Every morning I had to wake up straight away, roll my bedding and put it all under the bed where my sister was sleeping. I was not supposed to put on the light although it was still dark. I had lit a candle and tiptoed my way out of the soap dish and a toothbrush. I had to do everything and be off the premises by 5:30 with shoes in my bag. I only put them on once I was safely out of the gate. അപ്പോൾ എന്താണ്, വളരെ കെയർ എടുത്താണ് ഇവർ തിരിച്ചു പോകുന്നത്. അതായത് ആ ഒരു രാവിലെ ഇവർ 5:30 പോകുമെന്ന് പറഞ്ഞില്ല, ആ സമയത്ത് വളരെ കെയറിങ് എടുത്താണ് പോകുന്നത്. അതായത് ആ ഒരു ബെഡിങ്ങൊക്കെ റോൾ ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഓണാക്കാതെ ആ ഒരു ഡാർക്ക്നെസ്സിൽ തന്നെ ക്യാൻഡിലും എടുത്ത് ആ ഒരു ടിപ്പ് ടോപ്പ്, അതായത് ആ ഒരു ഒച്ച ഉണ്ടാക്കാതെ പതുക്കെ നടന്നാണ് പോകുന്നത്. അപ്പോൾ തിരിച്ച് ആ പ്ലേസിലെത്തിയിട്ട്, അതായത് ആ ഒരു സേഫ് സോണിലെത്തിയിട്ട്, അതായത് ഗേറ്റ് കടന്നതിന് ശേഷം മാത്രമേ ഇവർ ആ ഒരു ഷൂസ് വരെ ഇടുകയുള്ളായിരുന്നു.
Thinking about all these things took my mind away from the biting cold of night and wet nose until I saw my sister walking towards me. അതുവരെ അവർ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് ആ ഒരു സിസ്റ്റർ വരുന്നതും കാത്ത് ഈ ഒരു ആ ഒരു നൈറ്റിൽ ആ ഒരു വെറ്റ് നോസുമായിട്ട്, അതായത് ആ ഒരു കോൾഡ്നെസ്സിൽ, ആ ഒരു തണുപ്പിൽ ആ ഒരു സിസ്റ്റർ ലേറ്റ് ആയതുകൊണ്ട് ആ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മോളോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്? ഷീ ഗ്രീറ്റഡ് മീ. I quickly briefed her on what had happened. അപ്പോൾ പറയുകയാണ്, മോളോ നീ എന്താണ് ആ ഒരു സ്ട്രീറ്റിന് വെളിയിൽ നിൽക്കുന്നത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു ആ എൽഡർ സിസ്റ്റർ വന്നിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ മോളോ പറഞ്ഞു കൊടുത്തു. ഓ, were you doing inside in the first place? You should have waited for me so we could talk together. Then I could say you were visiting or something. Now you tell me, what am I supposed to say to them if they see you come in again? അപ്പോൾ എന്താണ് പറയുന്നത്, ഇപ്പം ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ചെന്ന് പറയാമായിരുന്നു, ജസ്റ്റ് എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എന്ത് പറയാനാണ്? She walked angrily towards the gate, with me hesitantly following her. I mumbled my apologies and followed her in. By some miracle, no one seemed to have noticed us, and we quietly munched a snack of cold chicken and boiled potatoes and drank our tea, hardly on the speaking terms. I just wanted to howl like a dog. I wish somebody would come and be my friend and tell me that I was not useless, and that my sister did not hate me, and tell me that one day I would have a nice place to live. Anything. എന്താണ് സിസ്റ്റർ ഇത് കാരണം ഭയങ്കര ദേഷ്യത്തിൽ ആദ്യമേ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോയി. പറക്കെ ഒന്നും എന്ത് ചെയ്യണം എന്നറിയാതെ ഈ പെൺകുട്ടിയും പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് പതുക്കെ ഈ അപ്പോളജീസൊക്കെ ഒരു സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും ആരും നോട്ടീസ് ചെയ്യാതെ തിരിച്ചകത്തേക്ക് തന്നെ കയറി പോവുകയാണ്. ആരും ഇവരെ കാണുന്നില്ല. അകത്തേക്ക് എത്തി. അതിനുശേഷം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് എന്ത് ചെയ്യാണ്, അവിടെ കഴിയുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും വന്നിട്ട് എൻ്റെ ഫ്രണ്ടായിട്ട് എല്ലാവരുടെ അടുത്തും പറയുകയാണ് ഞാൻ യൂസ്ലെസ് അല്ല, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ എന്നെ ഹേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. The next morning I woke up long before the alarm went off. Some kind of pain within pushed me to do everything at double speed and run to my toilet. I call it my toilet because that is exactly how I felt about it. I felt my spirits really lifting as I put on my shoes outside the gate. I made sure that my notebook was in my bag. I was walking faster and my feet were feeling lighter all the time. Then I noticed that the door had been painted and the new window pane had replaced the old and broken one. I smiled to myself as I reached the door. Before long I was sitting on the toilet seat writing a poem. എന്താണ് അടുത്ത മോർണിംഗിൽ അലാം സമയത്തിന് മുമ്പ് തന്നെ ആ പെൺകുട്ടി എഴുന്നേറ്റ് ആ ഒരു ടോയ്ലറ്റിലേക്ക് പോകാൻ ആരംഭിക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു ബാഗും ബുക്കുമൊക്കെ അതിനകത്ത് തന്നെ ബാഗിനകത്ത് ബുക്കൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ആ ഒരു റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. നോക്കിയപ്പോൾ അവിടുത്തെ ആ ഒരു പെയിൻ്റൊക്കെ പുതുതായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വിൻഡോ പെയിനൊക്കെ ആ ബ്രോക്ക് ചെയ്ത് ആ പൊട്ടിയ വിൻഡോ പെയിനൊക്കെ മാറ്റി പുതിയ വിൻഡോസ് ആ ഒരു ജനൽ പാളിയൊക്കെ വെക്കുന്നുണ്ട്. Many more mornings saw me sitting there writing something. Sometimes it did not need to be a poem. I wrote anything that came to my heart. In the same way I would have done if I had a friend to talk to. I remember some days when I had felt like I was hiding something from my sister. She did not know about my toilet in the park, and she was not at least interested in my notebook. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരുപാട് മോർണിംഗ്സ് ഞാൻ അവിടെ പോയിരുന്നു റൈറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. പോയം മാത്രമല്ല, എൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തും ഞാൻ അത് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, എൻ്റെ സിസ്റ്ററിനെ, അതായത് എൻ്റെ എൽഡർ സിസ്റ്ററിനെ എന്തേ അറിയില്ല, ഞാൻ ഈ അവിടെ പോയിരുന്ന എഴുതുന്നതും അറിയില്ല, അതുപോലെ തന്നെ എൻ്റെ നോട്ട്ബുക്കിൽ ഒരു ഇൻട്രസ്റ്റും ആ സിസ്റ്റർ കാണിച്ചിട്ടുമില്ല. Then one morning I wanted to write a story about what had happened at work the day before. The supervisor screaming at me for not calling her when I had seen the people who stole 2 dresses at lunchtime. It all came back to me, and I was smiling when I reached out for the door. But it wouldn't open, it was locked. I think for the first time accepted that the toilet was not mine after all. Slowly I walked over the bench nearby, watched the early spring sun come up and wrote the story anyway. എന്താണ്, ഒരു ദിവസം മോർണിംഗ് ഇതുപോലെ തന്നെ അവർ പോവുകയാണ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്, റൈറ്റ് ചെയ്യുകയാണ്, അതായത് തലേ ദിവസത്തെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തലേദിവസം ഒരു സൂപ്പർവൈസർ അവരെ വിളിച്ച് വഴക്ക് പറഞ്ഞതൊക്കെ ആലോചിച്ച് പോവുകയാണ്. കാരണം ഉച്ച സമയത്ത് 2 പേര് ഡ്രസ്സ് സ്റ്റോൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള കാര്യം പറഞ്ഞ് വഴക്ക് പറയുന്നതൊക്കെ ആലോചിച്ച് ഇരിക്കുകയാണ്.
അപ്പോൾ എഴുതാൻ വേണ്ടി പോയപ്പോൾ ടോയ്ലറ്റ് അവിടുത്തെ ആ ഒരു പബ്ലിക് ടോയ്ലറ്റ് ലോക്ക്ഡ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ആ ടോയ്ലറ്റ് അവരുടേതല്ലാതായിട്ട് മാറുകയാണ്. അവരെന്ത് ചെയ്തു, ആ ഒരു നിയർ ബൈ ആ ഒരു പ്ലേസിലേക്ക് പോയി, ബെഞ്ചിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് എന്തായാലും സ്റ്റോറി എഴുതാൻ ആരംഭിക്കുകയാണ്.